എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിന്റെ എപ്പിസോഡ് 32 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ യുൻഷാൻ ഒരു പവർ, അത് അത്രക്ക് ടെറിഫിക്കായ ഒന്നായിരുന്നു. ഒരു ആൻസിസ്റ്റർ ലെവലിന്റെ പവർ എന്നത് എത്രമാത്രമാണെന്ന് ഊഹിക്കാം. മാസ്റ്റർ നീ എന്റെ സ്റ്റുഡന്റിനെ തൊട്ടു, ഇത് നീ ട്രൈ ചെയ്യ് എന്ന് പറഞ്ഞ് തിരികെ അതിന്റെ പവർ ബാക്കിയുള്ളവർക്ക് താങ്ങാൻ പോലും കഴിഞ്ഞില്ല. സിയോയാൻ പിന്നെ ആ പവേഴ്സ് എല്ലാം കൂടി റൂളറിലേക്ക് മാറ്റാനായിട്ട് തുടങ്ങി. മാസ്റ്ററാണ് ചെയ്യുന്നത് എന്നത് ഓർക്കണം. മാസ്റ്റർ അവന്റെ പിറകിൽ സപ്പോർട്ടായിട്ടുണ്ട് എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. യുൻഷാനാണെങ്കിൽ ആ പവർഫുൾ ആയ പവർ അത് ഉപയോഗിക്കുമ്പോൾ തിരികെ മാസ്റ്റർ വേവ് ലൈൻ എന്നൊരു സ്കില്ല് അത് ഓർത്ത് വെച്ചേക്കും. മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് ഒരുപാട് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് തിരികെ വിട്ടു, അത് രണ്ടും കൂടെ കൂട്ടിടിച്ച് അതൊരു വലിയ എക്സ്പ്ലോഷനായിട്ട് മാറി. സിയോയാനൊന്നും പറ്റിയില്ല, കാരണം മാസ്റ്റർ അവിടെ അത്ര വലിയ സംഭവം നടക്കുമ്പോൾ യുൻഷി എൻട്രാനോട് സിയോയെ പറ്റി അറിയുമോ എന്നത് ചോദിക്കുന്നു. അവൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരികെ ചോദിക്കുമ്പോൾ അവൻ എന്നെ പറ്റിച്ചു, നിനക്കവന് ഇഷ്ടമാണോ എന്ന രീതിയാണ് തിരിച്ച്. അപ്പോൾ തന്നെ ഇല്ലായി എന്നാൽ അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. അവൾ പിന്നെ ഈ റിവഞ്ച് അല്പ ക്രൂവലാണല്ലേ, എന്നെ ആ മാരേജ് ക്യാൻസൽ ചെയ്യേണ്ട എന്നതിനെ പറ്റി സൂചിപ്പിക്കുമ്പോൾ എനിക്കും തെറ്റുപറ്റി. അവള് എനിക്ക് പിന്നെയും ഞാൻ ലൈഫ് ആൻഡ് ഡെത്ത് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു, ട്രൂ സെക്ട് മാസ്റ്റർ ആകാൻ വേണ്ടി. എന്നാൽ യുൻഷി ആദ്യം ചെയ്ത പോലെ തന്നെ നീ ഒരുപാട് പാടുപെട്ടു, ഇനി ആൻസസ്റ്ററിന്റെ അവരോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. സിയോയന്റെ ലെവല് ഇപ്പോൾ ഡൗസോങ്ങിന് തുല്യമാണ്. മുൻപ് വരെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നത് ഓർക്കണം. ഫാമബിൾ ഒരുപാട് നാൾ മുൻപ് 3 ഡൗഹോങ്ങിനെ കൊല്ലാനായിട്ട് ഈ സ്കിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇവൻ സ്ട്രോങ് തന്നെയാണ്. എന്നാൽ അവൻ ഉപയോഗിച്ച ഡിവൈൻ പവർ അത് വേറെ ആരുടെയാണ്. അപ്പോൾ ലാവോ ആ വൈറ്റ് ഫയർ അത് മുൻപ് എവിടെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ജോൺ മെഡുസ ഇപ്പോഴും ഇന്റർഫേസ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്, കാരണം അവൻ നേരിട്ട് ഫൈറ്റിന് ചെയ്യുവാണല്ലോ. മെഡുസ കൂടി ചേഞ്ച് ചെയ്താൽ യുൻഷാൻ ഉറപ്പായും ഗീവ് അപ്പ് ചെയ്യും. യുൻഷാൻ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങി എത്ര അറ്റാച്ച് ചെയ്തെങ്കിലും ഒന്നുപോലും കണ്ടില്ല. പിറകെ കൂടി വന്ന് എന്നാൽ സിമ്പിളായിട്ട് തടഞ്ഞു. ഒരു വോയിഡ് തന്നെ അവിടെ ഉണ്ടായി. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി, കാരണം ഇതൊരു ട്രൂ ഡൗസോങ്ങിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. സിയോയന് ഏതെങ്കിലും ഒരു സ്കില്ലോ അല്ലെങ്കിൽ പ്ലസ് ഉപയോഗിച്ചാണ് നിൽക്കുന്നത് എന്നാണ് വിചാരിച്ച്. ഇതെങ്ങനെ എന്ന രീതിയിൽ എല്ലാവരും യുൻഷാൻ ആ വോയിഡിനുള്ളിൽ ആക്കി ലോക്കാക്കാൻ നോക്കിയപ്പോൾ കഴിഞ്ഞില്ല. മാസ്റ്റർ പറയുന്നുണ്ട് എന്റെ പവർ ഇപ്പോൾ കുറഞ്ഞു. എന്നാൽ അത് യുൻഷാന്റെ മുന്നിൽ അതിനേക്കാൾ കുറവല്ല. അതേസമയത്ത് യുൻഷാൻ പുറത്തു വന്ന് കൊല്ലാനായിട്ട് തന്നെ വരുവാണ്. പല രീതിയിൽ നോക്കിയെങ്കിലും സിയോയന്റെ ശരീരത്ത് അത് തൊടാൻ പോലും കഴിയുന്നില്ല, കാരണം ഒരു ഡൗ ആൻസസ്റ്റർ ആയ ആളാണ്. മുൻപ് വരെ വിറപ്പിച്ചതാണ് എന്നത് ഓർക്കണം. ആ ആളാണ് ഇപ്പോൾ സിയോയന്റെ മുന്നിൽ കൊല്ലാനായിട്ട് നോക്കിയിട്ട് പ്രയാസപ്പെടുന്നത്. എന്നിട്ട് സിയോയന്റെ തന്നെ നന്നായിട്ട് അടിവാങ്ങിച്ച് കൂട്ടുന്നുണ്ടെന്ന് വരെ പറയാം. അതിന് മെയിൻ കാരണം മാസ്റ്റർ തന്നെയാണ്. അങ്ങനെ ഫൈറ്റ് കുറെ നേരമുണ്ട്, ഒരുപാട് നേരം കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇടാൻ നോക്കാം. അത് കഴിഞ്ഞ് ഒരു ടൈമിൽ യുൻഷാനെ സിയോയൻ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്കിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, നേരെ താഴേക്ക്. എങ്കിലും ഒരു ലൈറ്റ് ഉപയോഗിച്ച് അത് എതിർത്തു. സിയോയൻ വന്ന് ഒറ്റയടി. അതിനുശേഷം എന്തോ ഒരു സ്കിൽ യൂസ് ചെയ്ത് അവിടെയുള്ള സ്റ്റാച്ചു ആയിട്ടുള്ള സോഡുകൾ അതെല്ലാം കൂടി അവൻ്റെ അടുത്തേക്ക് വരുവാണ്. ഈ എപ്പിസോഡ് ലാസ്റ്റ് ലോങ് അടി ചെയ്തുകൊണ്ട് തന്നെയാണ്. എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും മനസ്സിലാക്കുന്ന രീതിയിൽ ആക്കാൻ നോക്കാം. അങ്ങനെ അവസാനം ഒരു വഴി ഒന്ന് സ്റ്റോപ്പായി. എന്നിട്ട് യുൻഷാൻ സൺക്ലൗഡ് ഫോർമേഷൻ സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നു. എല്ലാവരും അത് കിട്ടി ചെയ്യാനായിട്ട് തുടങ്ങി. മുൻപ് നീലയായിരുന്നെങ്കിൽ ഇപ്പോൾ ചുവപ്പ് കളറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഡൗ വാങ്ങുള്ള ആളായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഹൈബോട്ടിങ്ങിന് പോലും ഒരു ഡൗ വാങ്ങുള്ളതാണ്, എന്നിട്ട് പോലും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഡൗ ആൻസെസ്റ്റർ ചെയ്യുമെങ്കിൽ മറ്റൊരു ആൻസെസ്റ്റർ ലെവലിനുള്ളവർക്ക് പറ്റുമെന്ന് പോലും അറിയില്ല. സിയോയൻ നമുക്ക് പോയാലോ എന്ന് ചോദിക്കണം, കാരണം അവന് ഈ സിറ്റുവേഷൻ മനസ്സിലായി. അതുപോലെ മാസ്റ്റർ ഇപ്പോഴാണ് റിക്കവറായി വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുമായാൽ പിന്നും ആ സോൾ പവർ ഇല്ലാതായി മാസ്റ്റർ പിന്നും മയങ്ങിപ്പോകും, അല്ലെങ്കിൽ അഗാധമായ ഉറക്കത്തിലേക്ക് പോകും. മാസ്റ്റർ സമ്മതിച്ചു, ഇനി വരുമ്പോൾ ഇതിനുള്ള ജസ്റ്റിസ് അത് ഞാൻ വാങ്ങിച്ചു തരും. യുല്ല സെറ്റ്, ഇനി ഞാൻ ജിയ മെമ്പറിലേക്ക് വരുന്നത് ഇതിന് അന്ത്യം കാണിക്കാനാകും എന്ന് പറയുമ്പോൾ നീ അതിന് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് പോയിട്ട് വേണ്ടേ എന്ന് പറഞ്ഞ് ഒരു സ്കില്ല് അത് യൂസ് ചെയ്തു. എന്നാൽ ഷിയോയിൻ ഇനി യുല്ല സെറ്റ് വിചാരിച്ചാലും ഞാൻ പോകുമെന്ന് വെച്ചാൽ ഞാൻ പോയിരിക്കും. അത് ഒരു ബ്ലാക്ക് ഹോൾ പോലെ അതിനുള്ളിലേക്ക്, അത് മറ്റൊരു ഡയമെൻഷൻ പോലെയാണ്. അതിനുള്ളിൽ അറ്റാക്ക് ചെയ്യുന്നു, പുറത്തു പോകാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ഒരു പവർ ഉപയോഗിച്ച് നല്ല ഐസ് ആ ലോഞ്ചിലെ ഫ്ലെയിം ഉപയോഗിച്ച് തന്നെ അത് ഫ്രീസാക്കി പൊട്ടിച്ചുള്ളതാണ്. അവരുടെ പവേഴ്സ് പിന്നും ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സൺക്ലൗഡ് ഫോർമേഷൻ അതൊരു ആരോ ബോയ് ആയിട്ട് മാറി. മാസ്റ്റർ ഇതല്പം വീടാണ്, ഞാൻ പറയുന്നത് കേൾക്ക്. അവൻ നോക്കി അവിടുന്ന് സ്പീഡിന് പോകുമ്പോൾ യുൻഷൻ അത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഓടിപ്പോകാൻ നോക്കണം, നടക്കില്ല എന്ന് പറഞ്ഞ് അവനെ ടാർഗറ്റ് ചെയ്ത് അത് കിട്ടിയപ്പോൾ തന്നെ ഷൂട്ട് ചെയ്തു. അത് നേരെ വന്ന് ഒരു ഇടിച്ചിലിടിച്ച് അവനിലും കൊണ്ടില്ല. അവനെ നോക്കുമ്പോൾ പിറകെ കൂടി നേരെ വന്നു. അവന്റെ കയ്യിൽ ബുദ്ധ ലോട്ടസ് അതും ഉണ്ടായിരുന്നു. അപ്പൊ മാസ്റ്റർ അതാകണം പറഞ്ഞിട്ടുണ്ടാകുക. അത് നേരെ യുൻഷാന് നേരെ വിട്ടു. നീ ആദ്യം എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്ക് എന്ന് പറഞ്ഞതിന് ഉത്തരം പറഞ്ഞു. എന്നിട്ട് അത് പൊട്ടുകയും ചെയ്തു. അതൊരു വലിയ എക്സ്പ്ലോഷൻ ആയിട്ട് മാറി. അതുപോലെ തന്നെ ആ ഫോർമേഷനും ബ്രേക്കായി യുല്ല സെറ്റിലുള്ള മിക്കുള്ളവർക്ക് നല്ല പരിക്കും പറ്റി. യുൻഷാൻ താഴേക്ക് വീഴുവാണ്. അവൻ വരുമ്പോൾ
സിയോയൻ വരുമ്പോഴാണ് അവരുടെ എനർജി ഒരു സെക്കൻഡിൽ കുറഞ്ഞു വരുവാണ് എന്ന് ഫാമ യുൻഷനെ കൊല്ലാനായിട്ട് വന്നു എന്ന യുൻഷ അത് തടഞ്ഞു. എന്തൊക്കെയായാലും മാസ്റ്റർ ആണല്ലോ, ഇതേ സമയത്ത് എന്താകും എന്ന് നോക്കി നിൽക്കണം ബാക്കിയുള്ളവർ. ഞാൻ ഇത് കഴിഞ്ഞു ഒന്ന് ജീവിക്കാനല്ലേ ആഗ്രഹിച്ച്, എന്നിട്ടോ എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ എല്ലാവരെയും യുല്ലാസെറ്റ് തകർത്തു. സംഭവം അത് ലോജിക് ഉണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും യുല്ലാസെറ്റിന്റെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ് അവൾ ചെയ്യുന്നത്. എന്നാൽ അവനെ കൊല്ലാനായിട്ടുള്ള പ്ലാൻ ഒന്നും അവനില്ല. എന്നാൽ പെട്ടെന്നാണ് യുൻഷ പിറകെ കൂടി വരുന്നത്. നോയിക്കോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഷീൽഡ് വെച്ച് അത് തടഞ്ഞു. എങ്കിലും ആ അടിയിൽ ഒരുപാട് ദൂരേക്ക് പോവാണ്. അത് കണ്ട് ഹൈബോട്ടൊന്നും നാണവില്ലേ നിനക്ക് പിറകെ കൂടി വന്ന് അറ്റാക്ക് ചെയ്യും. എന്നാൽ അതൊന്നും കേൾക്കാതെ യുൻഷി അവളോട് അവനെ കൊന്നുകയും ഇല്ലെങ്കിൽ അവൻ ഇനി വരും, എന്നാൽ ആ വരവിലെ നമ്മുടെ സെറ്റ് എല്ലാം തകരും. അവൻ മനഃപൂർവ്വം ഡിസ്റ്റൻസ് പോയതാണ്. ഇനിയും യുൻഷി ആരായാലും നമ്മൾ തമ്മിൽ ഇനി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ആർമർ അത് തിരികെ കൊടുത്തു. അവൾക്കത് കണ്ട് സങ്കടമായി. അവൻ അവിടെ നിന്ന് ഇനി ഞാൻ വരും, അതിന്റെ വരവന്നത് എല്ലാത്തിന്റെ അവസാനമായിട്ട് കാണും എന്ന് പറഞ്ഞിട്ട് യുൻഷാൻ നീ നോക്കിയിരുന്നു എന്ന് പറഞ്ഞ് പോകുവാണ്. യുൻഷാൻ അപ്പോൾ തന്നെ ഉള്ള സെറ്റിനോട് എല്ലാ എൽഡേഴ്സും ഡിസിപ്ലിൻസും ശിവനെ ജീവനോട് കൊണ്ടുവരിക എന്ന് പറയുവാണ്. അവന്റെ ശരീരത്തിൽ ഒരു മാർക്ക് വെച്ച് അത് വെച്ച് കണ്ടുപിടിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഷിയോയന് ഒരുപാട് നേരം ഓടി ഒരു സ്ഥലത്തെത്തി. മാസ്റ്റർ ഒരുപാട് നാൾക്ക് ശേഷം പിന്നെ വന്നതുകൊണ്ടിനി ആ വോയിസ് കേട്ടതുകൊണ്ടിനി അവൻ അത്രയും ഹാപ്പിയാണ്. എന്നാൽ അവൻ 2 തവണ ബുദ്ധലോട്ട് ഉപയോഗിച്ചുകൊണ്ടിനി അവന്റെ ബോഡി ഇഞ്ചുറിയൊക്കെ വളരെ വലിയ പരിക്കായിട്ട് മാറിയാണ്. സാൽവേപ്സ് അതില്ലെങ്കിൽ പിന്നെ പഴയ അവസ്ഥയിലേക്ക് ഞാൻ പോകും എന്നോട് പറയുന്നുണ്ട്. എങ്കിലും അവൻ ഹെൽപ്പ് ചെയ്തത് അവന്റെ ഹൃദയത്തിൽ എന്തുകൊണ്ട്, ലവ് ആകാം, ഫീലിങ്സ് ആകാം, എന്തുമാകാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴാണ് മാർക്ക് അത് മാസ്റ്റർ പറയുന്നത്. ആ മാസ്റ്ററിന് അതിനെ പറ്റിയൊക്കെ അറിയാം. അത് നീ നിന്റെ എനർജി കൊടുത്ത് ന്യൂട്രലൈസ് ആക്കാൻ നോക്കൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇനി ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഇനി ആ ഫൈറ്റുകളെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുവാണ്. ഇവിടെ ഇനി നിൽക്കുന്നത് സേഫ് അല്ലാത്തത് കൊണ്ട് ഇനി അവൻ വേറെ എങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് എന്തോ വരുന്നത് അവന് മനസ്സിലായി. നോക്കുമ്പോൾ അത് ലിറ്റിൽ ഗേളാണ്. ക്യൂൻ മെഡൂസ ലാസ്റ്റ് ലോകം നിൽക്കുന്നത് എന്ന് പറഞ്ഞല്ലോ, അതിനോട് സംസാരിക്കുമ്പോഴാണ് ആരോ വരുന്നത്. അത് യുള്ള സെറ്റാണ്. ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ ഒരുപാട് പവേഴ്സ് ഉപയോഗിച്ചു, ഇനിയിപ്പോൾ ഒരു സ്ഥലം പറയാം, അവിടെ പോയി സ്ട്രെങ്ത് എല്ലാം ഇംപ്രൂവ് ചെയ്യും എന്ന് പറയുവാണ്. ഈ വരുന്നവർക്ക് അധികം വെസ്റ്റിലേക്ക് വരാൻ കഴിയില്ല. എന്നാൽ യുള്ള സെറ്റിലെ എൽഡേഴ്സ് അങ്ങനെ അവർ കണ്ടാൽ പിന്നെ പ്രശ്നമാകും. അത് കഴിഞ്ഞ് മറ്റൊരു സൈഡിലെ മീറ്റിംഗ് ആണ്. സംഭവം യുള്ള സെറ്റിലെ ഇനിമയാക്കണ്ട എന്നാണ് പറയുന്നത്. കാരണം അത് ജിയമയമ്പറിന് പ്രശ്നമാണ്. യുൻഷാൻ മരിച്ചു എന്നാണല്ലോ അവരറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ജീവനോട് വന്നു എന്ന് മനസ്സിലായപ്പോൾ ഡിസിപ്ലിൻസ് ആണെങ്കിൽ അവനെ നോക്കി വരുന്നുണ്ട്. എന്നാൽ സിയോയൻ അവൻ യുൻഷാനെ അടിച്ചിട്ടതൊക്കെയാണ് പറയുന്നത്. എങ്കിൽ അവർ സേഫ് ആകുമോ? എന്നാൽ അതിൽ സീനിയർ ആയിട്ടുള്ള പറയുന്നത് ഓൾഡ് സെക്ട് മാസ്റ്റർ പറഞ്ഞത് കേട്ടില്ലായിരുന്നു. അവന് വേറെ ആരോ ഹെൽപ്പ് ചെയ്തതാണ്, അല്ല വേറെ എന്തോ ഹെൽപ്പ് ചെയ്തതാണ്. അതിപ്പോൾ ലാസ്റ്റ് ആവും നിൽക്കില്ല എന്നും പറഞ്ഞ് അതുപോലെ നല്ല ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞ് പോവാണ്. എന്നാൽ പെട്ടെന്നാണ് അവരെ ബീസ്റ്റുകൾ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. കാരണം അത് ഫോറസ്റ്റ് ആണല്ലോ, എല്ലാത്തിനെയും കൊന്നു കളഞ്ഞു. ഇതേ സമയത്ത് സിയോയൻ രക്ഷപ്പെട്ടു വരുവാണ്. മാസ്റ്റർ പറഞ്ഞു തന്ന റൂട്ട് വഴി പോയി ഏതോ ഒരു ഫോഗ് നിറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ഒരു കേവ് ഉണ്ട്. ഇവർക്ക് ഇനി ആ സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നത് മനസ്സിലായിട്ട് വരുമ്പോഴാണ് മാസ്റ്റർ നിൽക്കാൻ പറയുന്നത്. അകത്തെന്തോ ഉണ്ട്, എന്തോന്ന് നോക്കുമ്പോഴാണ് ഒരു പോയിസൺ ആണെന്നാണ്. അതുകൊണ്ട് ലിറ്റിൽ ഗേൾ അകത്തൊഴുക്കി പോയി. മാസ്റ്റർ പേടിക്കണ്ട, അതൊരു ഏൻഷ്യന്റ് ബീസ്റ്റാണ്, അതുകൊണ്ട് ഇനി അതിന്റെ അവർ ബാക്കിയുള്ളവർക്ക് ഫിയർ ആക്കും. അപ്പോൾ അവനെ മാത്രം ഒന്നും ചെയ്തവന്നത് ഇതുകൊണ്ടാകും എന്ന് മനസ്സിലാക്കി. എന്നാൽ യുള്ള സെറ്റിന് അങ്ങനെ ആകണമെന്നില്ല. അവരുടെ അവസ്ഥയാണ് മുൻപ് കണ്ടേ. അപ്പോഴാണ് എന്തോ ഒരു സൗണ്ട്. നോക്കുമ്പോൾ ലിറ്റിൽ ഗേൾ ഇല്ല, ഔറയുമില്ല. അതുകൊണ്ട് ഇനി അവനെ കൊല്ലാനായിട്ട് ഒരുപാട് ബീസ്റ്റുകൾ അടുത്തേക്ക് വരുവാണ്. സിയോയാനും ടെൻഷനായി പോയി. കാരണം ഇത്രയും ബീസ്റ്റൊന്നും അവന് തടയാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ നിൽക്കാണ് അവിടെ ഒരു സ്കോർപ്പിയൻ വരുന്നത്. അതവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി ജസ്റ്റ് മിസ്. അവൻ നോക്കുകൊണ്ട് ഒരു എമൗണ്ട് സ്കോർപ്പിയൻ. അതുകൊണ്ട് ഷോക്കായി നിൽക്കുന്നു. ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിന്നു. സിയോയാനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നു എന്ന രീതിയിൽ വരുമ്പോഴാണ് അവിടെ ലിറ്റിൽ ഗേൾ നിൽക്കുന്നത്. അവളുടെ കൺട്രോളിലായി നമ്മുടെ ആളാ എന്ന രീതിയിൽ അതൊരു സൗണ്ട് ഉണ്ടാക്കി എല്ലാത്തിനെയും വരട്ടി എല്ലാവരും തലവണങ്ങുകയും ചെയ്യുന്നുണ്ട്. മാസ്റ്റർ അപ്പോൾ കൊള്ളാം, ലിറ്റിൽ ഗേൾ ഇപ്പോൾ ഇവരുടെ രാജ്യത്തെ ലീഡറായെന്ന് തോന്നുന്നത്. അതിനുശേഷം അവൻ അകത്തേക്ക് പോകുന്നു. അതിനുള്ളിലാകട്ടെ അവൻ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവന് നല്ല ഇഞ്ചുറി പറ്റിയതുകൊണ്ട് തന്നെ ആദ്യം ഉറങ്ങാം എന്ന് പറഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് മാസ്റ്റർ ആണെങ്കിൽ നിർത്ത്, ഇപ്പോൾ ആദ്യം നീ റിക്കവറാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ അൺസ്റ്റേബിൾ ആകും എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. മാസ്റ്റർ വെളിയിൽ വന്നു. ഒരുപാട് നാൾക്ക് ശേഷം കണ്ടതുകൊണ്ട് തന്നെ അവൻ അത്രയ്ക്ക് സന്തോഷവും സങ്കടവും ഉണ്ട്. അവന്റെ ഇഞ്ചുറി അത് മാറ്റാനായിട്ട് മാസ്റ്റർ ഒരു പിൽസ് ഉണ്ടാകാം എന്ന് പറഞ്ഞ് ചെയ്യുന്നു. മാസ്റ്റർ അവന്റെ ബോഡിക്ക് വേണ്ട ഓരോരോ ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ മാസ്റ്റർ അവസാനം നിങ്ങൾ വന്നല്ലോ എന്ന് പറഞ്ഞ് സിയോയൻ പയ്യെ പറയുവാണ്. അവന് ഫയർ പോയിസൺ എഫക്റ്റ് ആയി എന്നത് മാസ്റ്ററിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതിനൊരു വഴി കണ്ടെത്താൻ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ആ 3 എൽഡേഴ്സ് അങ്ങോട്ട് ഒരുത്തം വന്നിട്ട് സിയോയൻ ഒരു ഡീപ്പ് ഡാർക്ക് ഫോറസ്റ്റിലേക്ക്
സ്പേസിലേക്ക് പോയി. അവിടെ ഒരുപാട് പവർഫുൾ മോൺസ്റ്റേഴ്സ് ഉണ്ട്. അത് കേട്ട് അതിനെന്താ ഫ്ലൈ ചെയ്ത് പോവാലോ എന്ന് പറഞ്ഞ് അവരുടെ ആ ഫ്ലൈയിങ് ചെയ്യുന്ന ബീസ്റ്റുകളെ കൊണ്ട് പോവാണ്. അത് സെറ്റാക്കി സിയോയെ പിടിക്കാനായിട്ട് അവരെല്ലാവരും പോകുന്നു. നീ നമ്മുടെ മെയിൻ എൽഡറിനെ കൊന്ന് ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി ഒരു എപ്പിസോഡ് കൂടെ ഉണ്ട് ഈ സീസൺ 5 തരാൻ. അത് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.